ഗൈസ്, എന്നെ അറിയാമായിരിക്കുമല്ലേ? ഞാൻ നിരഞ്ജൻ മൂർത്തിയാണ്, നിങ്ങളുടെ സ്വന്തം യൂട്യൂബറാണ്. അന്നേരം നമ്മളിന്ന് നോക്കാൻ പോകുന്നൊരു ഹനുമാനെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഞാനും ഇത് യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ലൈക്കും ചെയ്തിരിക്കുക. കുറേ വ്യൂസും കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു ഹനുമാനെ എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക്. ഇത് ഞാനിപ്പോൾ ഗൈസ്, അന്നേരം ഇത് ഒന്ന് സൂം ചെയ്യണം കേട്ടോ. ഓക്കെ, കാണാലോ ഗൈസ്, കാണാലോ. ഓക്കെ ഗൈസ്, അന്നേരം ഞാനിത് ചുമ്മാ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഞാനിത് മാറ്റി ചെയ്ത ആദ്യം ഒരു ചെറിയ വട്ടം ഇങ്ങനെ വരയ്ക്കാം. ചെറിയ വട്ടം. ഇത് ചെയ്യേണ്ടത് നൈസ് വട്ടമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറുതായിട്ട് ബലപ്പിച്ച് ചെയ്യണ്ട, ഒരു ചെറുതായിട്ട് ഇങ്ങനെ സിംഗിൾ ഒരിത്. എന്നിട്ട് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു വര, എന്നിട്ട് ഇവിടെ ആയിട്ടൊരു ചെറിയ വര, ഇവിടെ ആയിട്ടൊരു ചെറിയ വര. എന്നിട്ട് നമുക്ക് മൂക്ക് നമുക്ക് പെൻസിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ബലപ്പിച്ച് വരയ്ക്കാം. മൂക്ക് ഞാനിവിടെ ബലപ്പിച്ച് വരച്ചിരിക്കുവാണ്. ഇതാ കാണാലോ അല്ലേ? അടുത്തത് മൂക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സാധനം ഡാർക്കായിട്ട് വരയ്ക്കാം. വരയ്ക്കാം. ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അങ്ങനെയല്ലോ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. ഓക്കെ, അടുത്തത് മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയൊരു സാധനം ഇത് വരയണം. എന്നിട്ട് പിരികം കുറച്ച് മുകളിലോട്ടാക്കി, അധികം മുകളിലോട്ടാക്കണമെന്നില്ല, കുറച്ച് മുകളിലോട്ടാക്കി ഒരു ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് നിങ്ങളിത് ബോർഡിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ നമ്മൾ പിരികം നമ്മൾ ഡാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ആക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഇങ്ങനെ ആക്കിയല്ലോ. എന്നിട്ട് നമുക്ക് കണ്ണ് അവിടെ ഇത് കണ്ണടച്ച് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുഖം ഫീച്ചർ ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ കാണിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഭാഗം എത്തുമ്പോൾ കുറച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതാക്കി വരയ്ക്കണം കേട്ടോ, താഴ്ത്തി വരയ്ക്കണം. ഞാൻ വരച്ചിരിക്കുന്നാണല്ലോ, അതേപോലെ ഇതും ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഈ നമ്മൾ സർക്കിൾ വളച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു വര വെച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് റബ്ബർ വെച്ച് മായ്ക്കണം. പക്ഷെ നമ്മൾ വരച്ച ഇതൊന്നും മായ്ക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ആക്കി വീണ്ടും നേരെ നമ്മുടെ നെറ്റിയിലേക്ക് പോയിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഈ ഭാഗം മായ്ച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ. എന്നിട്ട് ഇത് നമ്മൾ റൗണ്ട് വരച്ചല്ലോ, അത് നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്ന പടം മായാതെ നല്ല സോഫ്റ്റ് ആയിട്ട് മായ്ക്കണം.
ഒരുപാട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. റൗണ്ട് മായ്ച്ചു. ഇത് ഈ നടുക്കത്തെ ഈ വട്ടവും കൂടെ നമുക്ക് മായ്ക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ അത്രയും ഒരു ഇത് വേണ്ട. ദാ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതാണ്. ദാ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട്. ദാ ഇവിടെ റൗണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. ഓക്കെ. എന്നിട്ട് നമുക്ക് താടി ഒന്ന് ഇതാക്കാം. ഇവിടെ വന്നിട്ട് ഇതാ ഇങ്ങനെ ഇതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ. കുറച്ച് നീട്ടിയിടും. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ ചാടിയാണ് കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ പൊട്ട് വരച്ചു. പൊട്ട് കാ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. പൊട്ട് കാ ഞാൻ വരച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ വരയ്ക്കാം. പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ, കളറാണെങ്കിൽ അങ്ങനെ. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇത് കുറച്ച് ഭംഗി കിട്ടുന്ന അതിനാണ്. ഓക്കെ. അതിനെയും ഇങ്ങനെ ഇതാക്കാം. ഇനി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ മുടികൾ വരച്ച് ചേർക്കാം. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ. ഫേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങനെ, 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 ഇവിടെ നിങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാഗം വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇത് വരച്ചോളാം. എന്നിട്ട് ഇവിടെ ഇവിടെ ഒരു വര. ഓക്കെ. അന്നേരം നമ്മുടെ പിക്ചർ പൂർത്തിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴത്തെ ബെല്ലൈക്കൺ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തത് നാളെ കാണാം.